കേട്ടറിഞ്ഞ പഴങ്കഥകളിലൂടെയും വാമൊഴികളിലൂടെയും മലയാളി മനസ്സുകളിൽ സ്ഥിരം പ്രതിഷ്ഠ നേടിയ കള്ളിയങ്കാട്ട് നീലി എന്ന വിശ്വസൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമായ നീലി എന്ന രക്തദാഹിയായ യക്ഷി, മുട്ടോളമെത്തുന്ന മുടിയും വിടർന്ന കണ്ണുകളും ആരെയും മയക്കുന്ന വിശ്വസൗന്ദര്യവും അന്നാട്ടിലെ ചെറുപ്പക്കാരെയും വൃദ്ധരെയും ഒരുപോലെ മോഹിപ്പിച്ചു എന്നാണ് പഴമൊഴി. സ്ത്രീലമ്പടന്മാരായ പുരുഷന്മാരെ വശീകരിച്ചു കൊണ്ടുപോയി മാറു പിളർന്ന് രക്തം ഊറ്റിക്കുടിക്കുന്ന ഉഗ്രരൂപമുള്ള യക്ഷിയായി കഥകളിലൂടെ മലയാളി മനസ്സുകളിൽ നീലി ഇന്നും ജീവിക്കുന്നുണ്ട്. ആരായിരുന്നു നീലി? കഥയും ചരിത്രവും ഇഴചേർന്നു പറഞ്ഞു പഴകിയതാണ് നീലിയുടെ കഥ. പഴയ തിരുവിതാംകൂറിൻ്റെ തെക്കേ അറ്റമായ നാഗർകോവിലിനു സമീപം പഴകഞ്ഞൂർ എന്ന പ്രദേശത്ത് കാർവേണി ദേവദാസി സ്ത്രീ താമസിച്ചിരുന്നു. അവൾക്ക് അല്ലി എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലെ പൂജാരിയായ നമ്പി എന്ന ആളുമായി പ്രണയത്തിലാവുകയും തുടർന്ന് അവർ വിവാഹിതരാവുകയും ചെയ്തു. എന്നാൽ ദുർനടപ്പുകാരനും പരസ്ത്രീ തൽപരനുമായ നമ്പി പണം മോഹിച്ചു മാത്രമായിരുന്നു അല്ലിയെ വിവാഹം ചെയ്തത്. മരുമകൻ്റെ ഈ ദുർനടപ്പിനെക്കുറിച്ച് അറിയാനിടയായ കാർവേണി നമ്പിയെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ഇതുകണ്ട അല്ലി തൻ്റെ അമ്മയുടെ വാക്ക് കേൾക്കാതെ ഭർത്താവിനോടൊപ്പം വീട് വിട്ടിറങ്ങി. അമ്മയായ കാർവേണി അല്ലിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൾ അമ്മയുടെ വാക്ക് ചെവികൊണ്ടില്ല. അവൾ ഭർത്താവിനെ അത്രമേൽ വിശ്വസിച്ചിരുന്നു. അവിടെ നിന്നും യാത്ര തുടർന്ന അവർ കള്ളിയങ്കാട് എന്ന വനപ്രദേശത്തെത്തി. ഇരുവരും യാത്ര നിർത്തി അല്പനേരം വിശ്രമിക്കാനിരുന്നു. നടന്നു ക്ഷീണിതയായ അല്ലി തൻ്റെ ഭർത്താവിൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി. മടിയിൽ തലചായ്ച്ചുറങ്ങുന്ന അല്ലിയുടെ കഴുത്തിലും കാതിലും കയ്യിലും ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കണ്ട നമ്പിയുടെ മനസ്സിലെ ദുഷ്ടചിന്തകൾ പുറത്തുചാടി. സ്വന്തം ഭാര്യയാണെന്ന് പോലും അയാൾ മറന്നു. അല്ലി നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയ നമ്പി കയ്യിൽ കിട്ടിയ കൂർത്ത കരിങ്കല്ലുകൊണ്ട് അവളുടെ തലയിൽ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞടിച്ചു. ക്രൂരമായി കൊലപ്പെടുത്തി. തുടർന്ന് അവളുടെ ശവശരീരം യാതൊരു ദയയും കൂടാതെ ഉപേക്ഷിച്ച് ആഭരണങ്ങളുമായി അയാൾ കടന്നു കളഞ്ഞു. ഇരുവരെയും തിരക്കിയിറങ്ങിയ അല്ലിയുടെ സഹോദരനായ അമ്പി കാണുന്നത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന തൻ്റെ സഹോദരിയുടെ മൃതദേഹമാണ്. ഇത് കണ്ട് വിഷമം സഹിക്കവയ്യാതെ അമ്പി അവിടെ തലതല്ലി മരിക്കുകയും ചെയ്തു. അല്ലിയുടെ ആഭരണങ്ങളുമായി കടന്നു കളഞ്ഞ നമ്പി കൂടുതൽ കാലമൊന്നും ജീവിച്ചതുമില്ല. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ അയാളും പാമ്പുകടിയേറ്റ് മരണപ്പെടുകയാണ്. ഈ സംഭവങ്ങളെല്ലാം നടന്ന് കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അല്ലിയും സഹോദരൻ അമ്പിയും ചോള സാമ്രാജ്യത്തിൻ്റെ രാജാവിൻ്റെ മക്കളായി ജനിക്കുന്നു, നീലനും നീലിയും. ഇവർ ഇരുവരും പുനർജനിച്ചതിന് ശേഷം ആ സാമ്രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറുകയാണ്. മഹാമാരികളായിട്ടും ദുർമരണങ്ങളുമായിട്ടുമൊക്കെ ആ സാമ്രാജ്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു. ഇത് കാലക്രമേണ തന്നെ രാജാവ് ജ്യോത്സ്യന്മാരിൽ നിന്നും അറിയാൻ ഇടയാവുകയാണ്. അതുകൊണ്ട് തന്നെ രാജാവ് ഇവർ രണ്ടുപേരെയും രാജ്യത്ത് നിന്നും പുറത്താക്കാൻ നിർബന്ധിതരാവുകയാണ്. തുടർന്ന് ചോള രാജ്യത്തിൻ്റെ തെക്കേ അതിർത്തിയായ നാഗർകോവിലിന് സമീപമുള്ള പഞ്ചമിൻ കാട്ടിൽ രാജാവ് ഇവരെ രണ്ടുപേരെയും ഉപേക്ഷിക്കുകയാണ്. എന്നാൽ അവർ രണ്ടുപേരും അവരുടെ പൈശാചിക ശക്തികൾ കൊണ്ട് കാട്ടിൽ നിന്ന് പുറത്തു കടക്കുകയും പഴകഞ്ഞൂർ എന്ന ദേശത്ത് പണ്ട് അല്ലി കൊല്ലപ്പെട്ട സ്ഥലത്ത് വാസം ആവുകയും ചെയ്യുന്നു. അതോടുകൂടെ തന്നെ പഴകഞ്ഞൂരിൽ ദുർമരണങ്ങൾ ഒരു നിത്യസംഭവമായി മാറാനും തുടങ്ങി. പകൽ സമയങ്ങളിൽ പോലും കള്ളിയങ്കാട് എന്ന് പറയുന്ന കള്ളിമുള്ളുകളും മലകളും നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ, അതിലൂടെ യാത്ര ചെയ്യാൻ വരെ ആളുകൾക്ക് ഭയമായി തുടങ്ങി. ഇനി ഇതൊന്നും അറിയാതെ ആരെങ്കിലും ആ വഴികളിലൂടെ സഞ്ചരിച്ചാൽ പിറ്റേ ദിവസം അവരുടെ മൃതദേഹം ഏതെങ്കിലും ഒരു പനച്ചുവട്ടിൽ കിടന്ന് കിട്ടിയിട്ടുണ്ടാകും. നീലൻ്റെയും നീലിയുടെയും ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ നാട്ടുകാർ നാഗർകോവിലിൽ നിന്നും തമ്പി എന്നു പേരുള്ള ഒരു മന്ത്രവാദിയെ കൊണ്ടുവരികയാണ്. തമ്പിയുടെ മാന്ത്രിക ശക്തികൾ കൊണ്ട് അദ്ദേഹത്തിന് നീലനെ തളയ്ക്കാൻ കഴിഞ്ഞു. എങ്കിൽ പോലും ഉഗ്രശക്തിശാലിയായ നീലിയെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. മാത്രവുമല്ല, നീലി തൻ്റെ ശക്തികൾ ഉപയോഗിച്ചുകൊണ്ട് മന്ത്രവാദിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഇതോടുകൂടെ തന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വരെ ഗ്രാമീണർ ഭയപ്പെട്ടു തുടങ്ങി. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ ചതിച്ചു കൊന്ന ഭർത്താവിൻ്റെ പുനർജന്മമായ കാവേരിപ്പൂ പട്ടണം സ്വദേശിയായ ആനന്ദൻ കച്ചവട ആവശ്യാർത്ഥം പഞ്ചമൻ കാട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്ന വിവരം നീലി അറിയുന്നത്. നീലി തൻ്റെ സൗന്ദര്യം കൊണ്ട് അദ്ദേഹത്തെയും വശീകരിച്ചു. എങ്കിലും മാന്ത്രിക ദണ്ഡ് കയ്യിലുള്ളത് കൊണ്ട് നീലിക്ക് അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തൻ്റെ മുന്നിൽ ഉള്ളത് ഒരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആനന്ദൻ ഓടി പഴകഞ്ഞൂർ ഗ്രാമത്തിൽ പ്രവേശിക്കുകയാണ്. എന്നാൽ നീലി അദ്ദേഹത്തെ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല. നീലി തൻ്റെ മായ കൊണ്ട് കുട്ടിയോടുകൂടിയുള്ള ഒരു സ്ത്രീയുടെ രൂപം പ്രാപിക്കുകയും അദ്ദേഹത്തെ പിന്തുടർന്ന് ഗ്രാമത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. ഗ്രാമത്തിലുള്ള ആളുകളോട് നീലി പറഞ്ഞത്, ഇയാൾ എൻ്റെ ഭർത്താവാണ്, എന്നെയും കുട്ടിയെയും ഒറ്റയ്ക്കിട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെയായിരുന്നു. ആ സമയത്ത് പോലും ഇതൊരു യക്ഷിയാണ്, നിങ്ങളാരും വിശ്വസിക്കരുതെന്ന് ആനന്ദൻ കരഞ്ഞു പറഞ്ഞു.
എങ്കിലും അത് ആരും ചെവികൊണ്ടില്ല. അങ്ങനെ അന്നേ ദിവസം അവിടെ താമസിക്കേണ്ടി വന്ന ആനന്ദൻ്റെ മൃതദേഹമാണ് പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ഗ്രാമവാസികൾ കാണുന്നത്. അപ്പോഴാണ് അതൊരു യക്ഷിയായിരുന്നു എന്ന കാര്യം ഗ്രാമവാസികളും തിരിച്ചറിയുന്നു. തൻ്റെയും സഹോദരൻ്റെയും മരണത്തിന് കാരണമായ നമ്പിയുടെ പുനർജന്മമായ ആനന്ദനെ കൊലപ്പെടുത്തിയതോടുകൂടെ തന്നെ കള്ളിയങ്കാട്ട് നീലി എന്ന തൻ്റെ ഭീകരരൂപം ഉപേക്ഷിക്കുകയും ഒരു കള്ളിപ്പാലയുടെ ചുവട്ടിൽ മാതൃഭാവത്തിൽ കുടിയിരിക്കുകയും ചെയ്തു. നീലിയുടെ കഥകളെല്ലാം മനസ്സിലാക്കിയ ഗ്രാമീണർ പിന്നെ അവരെ ആരാധനയോടുകൂടെ സ്മരിക്കാൻ ആരംഭിച്ചു. ഇത്രയുമാണ് കള്ളിയങ്കാട്ട് നീലി എന്ന ആ ഭീകര രക്ഷിയുടെ കഥ. എന്നാൽ ആനന്ദനെ കൊന്ന ശേഷവും നീലി അടങ്ങിയിട്ടില്ല എന്നും കടമറ്റത്ത് കത്തനാർ നീലിയെ പത്തനംതിട്ട ജില്ലയിലെ പരുമല പനയന്നാർക്കാവ് ക്ഷേത്രത്തിൽ കുടിയിരുത്തിയെന്നും വിശ്വാസമുണ്ട്. അപ്പം ഇതൊരു കഥയായിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. നിങ്ങളുടെ താല്പര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്, ബൈ.